നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് യുവാവ്. ഇത്തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ്. ഹാജി റാവു ജംഷീദ് എന്ന വ്യക്തിയാണ് ഈ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഷാംലി ജില്ലയിലെ ഭവൻ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്ന പരാതി കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വനിതാ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തുവെന്ന് കണ്ടെത്തി. തുടർന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. IPC, IT ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അയോധ്യയിലെ രാമക്ഷേത്രത്തിനുമെതിരെ ബോംബ് ഭീഷണി മുഴക്കിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു ഭീഷണി മുഴക്കിയിരുന്നത്. ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ലക്നൌവിലെ ഗോമതി നഗറിലെ വിഭൂതിഗഞ്ച് പ്രദേശത്ത് നിന്ന് ഓം പ്രകാശ് മിശ്ര, തഗർ സിംഗ് എന്നിവരായിരുന്നു അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബറിലായിരുന്നു സംഭവം. എക്സിലൂടെ യോഗി ആദിത്യനാഥ്, STF മേധാവി അമിതാഭ് യാഷ് എന്നിവർക്കെതിരെയും അയോധ്യ രാമക്ഷേത്രത്തിനെതിരെയും ഇവർ ഭീഷണി മുഴക്കി. ആലം അൻസാരി ഖാൻ, സുബൈർ ഖാൻ, ISI എന്നിങ്ങനെ മുസ്ലിം പേരുകളുള്ള ഇമെയിൽ ID ഉപയോഗിച്ചായിരുന്നു ഇവർ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തത്. തഹർ സിംഗ് ഇമെയിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കിയതായും ഓം പ്രകാശ് മിശ്ര ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായും പരിശോധനയിൽ മനസ്സിലായി. പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഇരുവരും ഗോണ്ടയിലായിരുന്നു താമസം. കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചതാണ്. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല. നേരത്തെയും അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉയർന്നിട്ടുണ്ട്. അജ്മൽ എന്ന വ്യക്തിയും യോഗി ആദിത്യനാഥിന് മുന്നറിയിപ്പ്, അതായത് വധഭീഷണി മുഴക്കിയിരുന്നു. അതിങ്ങനെയായിരുന്നു: ആദിത്യനാഥിന് ശക്തമായ സുരക്ഷാ കവചമുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്നെ പൊട്ടിത്തെറിക്കുമായിരുന്നു. താങ്കൾ ശൈലി മാറ്റിയില്ലെങ്കിൽ ജീവൻ നഷ്ടമാകും. നേരത്തെ UP യിൽ കൊല ചെയ്യപ്പെട്ട കമലേഷ് തിവാരി, രഞ്ജിത്ത് ബച്ചൻ എന്നിവരുടെ ഗതിയായിരിക്കും താങ്കൾക്ക്. മുഖ്യമന്ത്രി പശു സംരക്ഷണത്തിന് നൽകുന്ന പ്രാധാന്യം കുറയ്ക്കണം. നേരത്തെ കൊല്ലപ്പെട്ട തിവാരിയുടെയും മറ്റും പ്രധാന പണി പശു സംരക്ഷണവും പശുത്തൊഴുത്ത് നിർമ്മാണവുമായിരുന്നു. ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ യോഗിയുടെ സ്ഥിതി ഇതാകും എന്നായിരുന്നു വധഭീഷണി. ഹിന്ദു സമാജ് പാർട്ടി നേതാവായ കമലേഷ് തിവാരി 2019 ഒക്ടോബറിലാണ് കുത്തേറ്റ് മരിച്ചത്. വിശ്വ ഹിന്ദു മഹാസഭ സ്ഥാപകൻ രഞ്ജിത്ത് ബച്ചനെ പ്രഭാത സവാരിക്കിടയിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വധഭീഷണി കത്തിൽ കൊല്ലപ്പെട്ട കമലേഷ് തിവാരിയുടെയും രഞ്ജിത്ത് ബച്ചന്റെയും ചിത്രങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ചിത്രവും നൽകിയിട്ടുണ്ടായിരുന്നു. ഭാരതീയ കിസാൻ മഞ്ച് ദേശീയ പ്രസിഡന്റ് ദേവേന്ദ്ര തിവാരിക്കായിരുന്നു ഈ വധഭീഷണി കത്ത് അയച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.